Today I am here to present about the regular expression. First one is Arden's theorem. Arden's theorem means if P and Q are two regular expressions, then R is equal to Q plus RP has a unique solution. R is equal to QP star. ഇപ്പം പിയും ക്യൂവും രണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് ആണെങ്കിൽ ആർ ഇസിക്കൽ ടു ക്യൂ പ്ലസ് ആർ പി ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് ക്യൂ പി സ്റ്റാർ എന്നായിരിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് പിയും ക്യൂവും രണ്ട് റെഗുലർ എക്സ്പ്രഷൻ ആണെങ്കിൽ ആർ ഇസിക്കൽ ടു ക്യൂ പ്ലസ് ആർ പി എന്നാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആർ ഇസിക്കൽ ടു ക്യൂ പി സ്റ്റാർ എന്നായിരിക്കും. ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ പ്രൂഫ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം ജസ്റ്റ് നോക്കുമ്പം കൺവേർട്ടിങ് എ ഡി എഫ് എ ടു എ റെഗുലർ എക്സ്പ്രഷൻസ് എന്നാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡി എഫ് ഐനെ റെഗുലർ എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് നമുക്കൊരു ഡി എഫ് ഐ തന്നിട്ടുണ്ട്. ആദ്യം ഇതിനകത്ത് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ എന്ന് പറയുന്നത് 4 സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പം നമുക്ക് 4 ഇക്വേഷൻസ് വരും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യൂ വണ്ണിൻ്റെ ഇക്വേഷൻസ്, ക്യൂ ടുവിൻ്റെ ഇക്വേഷന്, ക്യൂ ത്രീയുടെ ഇക്വേഷന്, ക്യൂ ഫോറിൻ്റെ ഇക്വേഷന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യൂ വണ്ണിൻ്റെ ഇക്വേഷന്. ക്യൂ വണ്ണിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമ്മളെന്ന് പറയുന്നത് ക്യൂ വണ്ണിലോട്ട് പോകുന്നത് നോക്കണം. ഇവിടെ എന്ന് പറയുന്നത് ക്യൂ ടു ബി, ക്യൂ ത്രീ എ, പിന്നെ അടുത്ത് എന്തുവാ, ഇത് രണ്ടും അല്ലേ ക്യൂ വണ്ണിലോട്ട് പോകുന്നത്. ആരോ മാർക്ക് നോക്കിയാൽ മതി. ക്യൂ ടു ബി പ്ലസ് ക്യൂ ത്രീ എ പ്ലസ് എപ്സിലോൺ. എപ്സിലോൺ വരാൻ കാരണം ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ക്യൂ വൺ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എപ്സിലോൺ വന്നത്. അപ്പം ക്യൂ ടു ബി പ്ലസ് ക്യൂ ത്രീ എ പ്ലസ് എപ്സിലോൺ. അടുത്തത് ക്യൂ ടു നോക്കണം. ക്യൂ ടുവിലോട്ട് പോകുന്നത്, ക്യൂ ടുവിലോട്ട് ആകെ ക്യൂ വൺ എ മാത്രമല്ലേ പോകത്തുള്ളൂ. അടുത്തത് നോക്കണം ക്യൂ ത്രീ ബി. ക്യൂ ത്രീ എന്ന് പറയുമ്പോൾ ആകെ ക്യൂ വൺ എ ബി മാത്രമല്ലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ക്യൂ വൺ ബി എന്ന് എഴുതിയേക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്യൂ ഫോർ. ക്യൂ ഫോർ എന്ന് പറയുന്നത് ക്യൂ ടു എ പ്ലസ് ക്യൂ ത്രീ ബി പ്ലസ് ക്യൂ ഫോർ എ പ്ലസ് ക്യൂ ഫോർ ബി. ക്യൂ ഫോർ എ എന്ന് പറയുന്നത് സെൽഫ് ലൂപ്പാണ്. എയും ബിയും സെൽഫ് ലൂപ്പ് ആയതുകൊണ്ടാണ് ക്യൂ ഫോർ എയും ക്യൂ ഫോർ ബിയും കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് എടുക്കണം. ക്യൂ വൺ എടുക്കണം. ക്യൂ വൺ എന്ന് പറയുന്നത് ക്യൂ വണ്ണിന് ഇവിടെ ക്യൂ ടുവിന് പകരം ഞാൻ ക്യൂ വൺ എ എന്ന് കൊടുക്കും. ക്യൂ ത്രീക്ക് പകരം ഞാൻ ക്യൂ വൺ ബി എന്ന് കൊടുക്കും. അപ്പം എങ്ങനെയാണ് വരുന്നത്? ക്യൂ വൺ എ ബി പ്ലസ് ക്യൂ വൺ ബി എ പ്ലസ് എപ്സിലോൺ എന്ന് വരും. അപ്പം ഇങ്ങനെ വരും. അപ്പം ഇതിനകത്തുനിന്ന് ക്യൂ വൺ കോമൺ എടുക്കണം. ക്യൂ വൺ കോമൺ എടുക്കുമ്പോൾ എന്താ വരുന്നത്? എ ബി പ്ലസ് ബി എ എന്ന് വരും. പിന്നെ ഈ എപ്സിലോൺ നമ്മൾ ആദ്യമേ എഴുതണം. ആദ്യമേ എഴുതാൻ വേണ്ടി എന്ന് പറയുന്നത് ക്യൂ പ്ലസ് ആർ പിയുടെ ഫോർമാറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആദ്യമേ എഴുതിയേക്കുന്നത്. അപ്പൊ ക്യൂയുടെ സ്ഥാനത്ത് എന്തുവാ? എപ്സിലോൺ ആണ് കിടക്കുന്നത്. ആറിന്റെ സ്ഥാനത്ത് ക്യൂ വൺ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പിയുടെ സ്ഥാനത്ത് എ ബി പ്ലസ് ബി എന്നായിരിക്കും. അപ്പൊ ആർ ഇസിക്കൽ ടു ക്യൂ പി സ്റ്റാർ എന്നായിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ആർ ഇസിക്കൽ ടു ക്യൂ പി സ്റ്റാർ എന്ന് പറയുമ്പം ക്യൂ വണ് ക്യൂവിന്റെ സ്ഥാനത്ത് എപ്സിലോണ് എ ബി പ്ലസ് ബി എ സ്റ്റാർ എന്നായിരിക്കും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ റെഗുലർ ഡി എഫ് ഐന്റെ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്യൂ വണ്ണിലായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യൂ വണ്ണിന്റെ റെഗുലർ എക്സ്പ്രഷൻസ് മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. അടുത്തെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഡി എഫ് എ. ഈ ഡി എഫ് എയുടെ ആദ്യമേ നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ആദ്യമേ ക്യൂ വണ്ണിലോട്ട് പോകുന്ന ഏതൊക്കെയാ? ക്യൂ വൺ എയും ക്യൂ ടു ബിയും, പിന്നെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് എപ്സിലോണും ആഡ് ചെയ്യും. അടുത്ത എന്തുവാ? ക്യൂ ടു. ക്യൂ ടു എന്ന് പറയുമ്പോൾ എന്തുവാ? എങ്ങോട്ടൊക്കെയാണ്? ക്യൂ ടു ബി വരും, പിന്നെ എന്ന് പറയുന്നത് ക്യൂ വൺ എ വരും, അടുത്തെന്ന് പറയുന്നത് ക്യൂ ത്രീ എ വരത്തില്ലേ? അപ്പൊ ഇത് ഇത്രയും ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ക്യൂ ത്രീ. ക്യൂ ത്രീ എന്ന് പറയുമ്പോൾ എന്തുവാ? ക്യൂ ടു എ മാത്രമേ പോകത്തുള്ളൂ. അതാണ് ക്യൂ ത്രീ എന്ന് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ 3 ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ക്യൂ ടു ആയിരിക്കണം. കാരണം ഇവിടെ എന്ന് പറയുന്നത് ക്യൂ വണ്ണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്ന് പറയുന്നത് ക്യൂ ടു നമുക്ക് ക്യൂ ടുവിന് പകരം ക്യൂ ത്രീക്ക് പകരം നമ്മൾ ക്യൂ ടു എടുത്താൽ നമുക്ക് ക്യൂ ടുവിനെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ക്യൂ ടുവിനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ടുവിനെ സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ക്യൂ വൺ എയും ക്യൂ ടു ബിയും, ഇവിടെ ക്യൂ ത്രീക്ക് പകരം നമ്മൾ ക്യൂ ടു എ എന്ന് കൊടുക്കും. അപ്പം ക്യൂ ടു എ എന്ന് വരും. ഇവിടെ ക്യൂ ടുവിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബി പ്ലസ് എ എന്ന് വരും. ബി പ്ലസ് എ എന്ന് വരും. അപ്പം നമ്മൾ ക്യൂ ടുവിനെ കോമൺ എടുക്കുമ്പോൾ ബി പ്ലസ് എ എന്ന് വരും. അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്തുവാ? ആർ ഈസിക്കൽ ടു ക്യൂ പി സ്റ്റാർ. ക്യൂവിന്റെ സ്ഥാനത്ത് ക്യൂ വൺ എയും പിയുടെ സ്ഥാനത്ത് എന്തുവാ? പിയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? ബി പ്ലസ് എ സ്റ്റാർ എന്നുമായിരിക്കും വരുന്നത്. അപ്പൊ ക്യൂ വൺ എ ഇൻറ്റു ബി പ്ലസ് എ സ്റ്റാർ എന്നായിരിക്കും. ആർ ഈസിക്കൽ ടു ക്യൂ പി സ്റ്റാർ. ക്യൂയുടെ സ്ഥാനത്ത് ക്യൂ വൺ എയും പി സ്റ്റാറിന്റെ സ്ഥാനത്ത് ബി പ്ലസ് എ സ്റ്റാർ എന്നായിരിക്കും. നെക്സ്റ്റ് അടുത്ത ഇക്വേഷൻ നമ്മൾ ക്യൂ വണ്ണിന് വേണ്ടി സോൾവ് ചെയ്യണം.
അപ്പം നമുക്ക് Q2-ൽ ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ആ Q2-ൽ ഇക്വേഷൻ കിട്ടിയതുകൊണ്ട് ആ Q2-ന് നമ്മൾ പകരം നമ്മൾ ഇവിടെ Q1A-യും B പ്ലസ് A സ്റ്റാർ എന്ന് വിട്ടു കൊടുക്കണം. ഈ Q2-ന് പകരം നമ്മൾ ഈ Q1A B പ്ലസ് A സ്റ്റാർ എന്ന് ഇട്ട് കൊടുക്കണം. ഇൻറ്റു B വരും. എന്നിട്ട് ഇവിടെ എന്ന് പറയുന്നത് Q1 കോമൺ എടുക്കണം. Q1 കോമൺ എടുക്കുമ്പോൾ നമുക്ക് Q1 A പ്ലസ് A B പ്ലസ് A സ്റ്റാർ B എന്ന് വരും. അപ്പോൾ കോമൺ എടുക്കുമ്പോൾ Q1 is equal to എപ്സിലോൺ പ്ലസ് Q1 A പ്ലസ് A B പ്ലസ് A സ്റ്റാർ B എന്ന് വരും. അപ്പം R എന്ന് പറയുന്നത് Q1, Q എന്ന് പറയുന്നത് എപ്സിലോണ്, P എന്ന് പറയുന്നത് ഈ A പ്ലസ് A B പ്ലസ് A സ്റ്റാർ B എന്ന് വരും. അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് R is equal to QP സ്റ്റാർ എന്നായിരിക്കും. ആറിൻ്റെ സ്ഥാനത്ത് എന്തുവാ? Q1 is equal to QP സ്റ്റാർ എന്ന് പറയുമ്പോൾ Qയുടെ സ്ഥാനത്ത് എപ്സിലോണ്, Pയുടെ സ്ഥാനത്ത് A പ്ലസ് A B പ്ലസ് A സ്റ്റാർ B എന്ന് പറയുന്ന സ്റ്റാർ വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് Q3ക്ക് സോൾവ് ചെയ്യണം. Q3ക്ക് സോൾവ് ചെയ്യാനായിട്ട് Q3 is equal to Q2A ആണ്. Q2A എന്ന് പറയുമ്പോൾ Q2-ൻ്റെ ഇക്വേഷൻസ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് A പ്ലസ് A എന്ന് പറയും. അതാണ് ആർഡൻസ് തിയറം വെച്ചിട്ട് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഗുലർ ഗ്രാമർ. റെഗുലർ ഗ്രാമർ എന്ന് പറയുമ്പോൾ റെഗുലർ ഗ്രാമറിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് G is equal to VTPS എന്നായിരിക്കും. റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത് റെഗുലർ ലാംഗ്വേജസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ടൈപ്പ് 3 ഗ്രാമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റെഗുലർ എന്ന് പറയുന്നത് ഗ്രാമർ എന്ന് പറയുന്നത് VTPS എന്നായിരിക്കും. V എന്ന് പറയുന്നത് നോൺ ടെർമിനൽസ് ആയിരിക്കും, T എന്ന് പറയുന്നത് ടെർമിനൽസ് ആയിരിക്കും, P എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റൂൾസ് ആയിരിക്കും, S എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പൽ. നമ്മൾ DFAയിൽ S എന്ന് പറയുന്നത് Q0 എന്ന് എടുത്തില്ലേ, അതേപോലെ ഇവിടെ ഗ്രാമറിൽ വരുന്നത് S ആണ്. നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ എടുത്തില്ലേ, അതിന് പകരമായിട്ട് വരുന്നതാണ് P. ടെർമിനൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് സിമ്പൽ ആയിട്ട് എടുത്തതാണ്. ഇവിടെ T വരുന്നത്, V എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ V എന്ന് എടുത്തത്. So this is the regular grammar. This definition is equal to G is equal to VTPS. V non terminals, T terminals, P production rules and S എന്ന് പറയുന്നത് start symbol ആയിരിക്കും. Thank you.